പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ദിവ്യകാരുണ്യനാഥൻ നിങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. നമ്മുടെ ഈശോയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് കരയുന്നവൻ്റെ കൂട്ടിരിക്കുന്ന ദൈവമാണ്. ഓരോ കണ്ണുനീർ തുള്ളികളും ശേഖരിക്കുന്ന ദൈവമാണ്. ഓരോ തുള്ളി കണ്ണുനീരിനും വില നൽകുന്ന ദൈവമാണ്. വചനം പറയുന്നുണ്ടല്ലോ, സങ്കീർത്തനം 56:8, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർ കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. വചനം പറയുന്നത് കണ്ടോ, എൻ്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. നീ ഒഴുക്കുന്ന ഒരു കണ്ണുനീരും വെറുതെ ആയി പോകുന്നില്ല, വ്യഥാവിലായി പോകുന്നില്ല, വ്യർത്ഥമായി പോകുന്നില്ല. കർത്താവ് അതെല്ലാം കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. കർത്താവ് അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുണ്ട്. വചനമുണ്ടല്ലോ, സുവിശേഷത്തിൽ ലൂക്ക 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഒരന്ധനെ സുഖപ്പെടുത്തുന്നുണ്ട്. തെരുവീതിയിൽ നിന്നുകൊണ്ട് കർത്താവ് അതുവഴിയെ കടന്നു പോകുമ്പോൾ അവൻ നിലവിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രനായ മിശിഹായെ എന്നിൽ കനിയണമേ, ദാവീദിൻ്റെ പുത്രനായ മിശിഹായെ എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ച് അവൻ കർത്താവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയാണ്. പലരും നീ ഒച്ചയെടുക്കല്ലേ, നിലവിളിക്കല്ലേ എന്ന് പറയുമ്പോൾ അവൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. വീണ്ടും ശക്തിയോടെ നിലവിളിക്കുകയാണ്, ദാവീദിൻ്റെ പുത്രനായ മിശിഹായെ നീ എന്നിൽ കനിയണമേ, ദാവീദിൻ്റെ പുത്രനായ യേശുവേ നീ എന്നിൽ കനിയണമേ, ദാവീദിൻ്റെ പുത്രനായ കർത്താവേ നീ എന്നിൽ കനിയണമേ. അവൻ നിലവിളിക്കുകയാണ്. ആ നിലവിളി കർത്താവ് കേൾക്കുകയാണ്. കർത്താവ് അത് കേട്ട് അവന് സൗഖ്യം കൊടുക്കുകയാണ്. അവൻ്റെ അന്ധതയിൽ നിന്ന് അവന് സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കുകയാണ്. ഇതുപോലെ മനസ്സിലാക്കണം. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിലിരുന്ന് ഈ വചന സന്ദേശം കേൾക്കുന്ന നിങ്ങൾ തകർന്നിരിക്കുവാണോ? കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ മനസ്സും ഹൃദയവും ഒക്കെയാണോ നിങ്ങൾക്കുള്ളത്? എങ്കിൽ ഒരു കാര്യം പറയാം, ഈശോ നിങ്ങളുടെ കണ്ണുനീര് ശേഖരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ രോഗം മൂലം നിങ്ങൾ തകർന്ന് വേദനിച്ച് നിൽക്കുമായിരിക്കാം, കടബാധ്യത മൂലം, മക്കളുടെ ജീവിതത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മുറിവുകൾ മൂലം, ആ അസ്വസ്ഥതകൾ മൂലം, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ മൂലം, സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അവഗണന മൂലം, ഒറ്റപ്പെടൽ മൂലം, അല്ലെങ്കിൽ പലതരത്തിലുള്ള സങ്കടങ്ങൾ മൂലം നിങ്ങൾ കരഞ്ഞ് കലങ്ങി നിൽക്കുവാണോ? ഒരു കാര്യം പറയട്ടെ, ഈശോ നിങ്ങളുടെ കണ്ണുനീര് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവനതിന് വില നൽകും. ഇതിൽ നിന്നെല്ലാം, നിങ്ങൾ ഈ കടന്നു പോകുന്ന സഹനങ്ങളിലും സങ്കടങ്ങളിൽ നിന്നെല്ലാം കർത്താവ് നിങ്ങളെ കരയേറ്റും. ഇന്ന് മെസ്സേജ് ബോക്സിൽ ഈശോയെ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എന്ന് ടൈപ്പ് ചെയ്തയക്കാൻ പരിശ്രമിക്കുക. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.